Hello guys and welcome back to the video Finitude. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ എല്ലാ യൂട്യൂബേഴ്സിനും വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ നമ്മൾ ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് തുടങ്ങുന്ന വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ യൂട്യൂബിൻ്റെ ഒരു ക്രൈറ്റീരിയയാണ് 1000 മണിക്കൂർ അല്ല 1000 സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ 4000 മണിക്കൂർ വാച്ച് ടൈമും. അപ്പോൾ നമുക്ക് 4000 മണിക്കൂർ വാച്ച് ടൈമും 1000 സബ്സ്ക്രൈബേഴ്സും കിട്ടാനുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ചെറിയ ടിപ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം, നിങ്ങൾ അവിടെ പോയി കണ്ടോളൂ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് വ്യൂസ് കൂട്ടാമെന്നും അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് നമ്മുടെ യൂട്യൂബിൽ പെട്ടെന്നൊന്ന് ക്ലിക്ക് ആവാമെന്നാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഫ്രണ്ട്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ആ തൊട്ടപ്പുറത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഗൈസ് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഗൂഗിൾ കഴിഞ്ഞ ആളുകൾ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് യൂട്യൂബിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ അവൈലബിൾ ആണ്. എന്ന് പറഞ്ഞാൽ എന്തിനെ കുറിച്ചായാലും നമുക്ക് യൂട്യൂബിൽ ഇപ്പോൾ സെർച്ച് ചെയ്ത് ചെയ്യാൻ വേണ്ടി കഴിയുന്നു ഗായ്സ്. അപ്പം ഒന്നാമത്തെ ടിപ്പ് യൂട്യൂബിൽ വീഡിയോസ് ക്ലിക്ക് ആവാൻ അതുപോലെ തന്നെ നിങ്ങളുടെ ചാനൽ ക്ലിക്ക് ആവാനും വേണ്ടി ഒന്നാമത്തെ ടിപ്പ്, നിങ്ങൾ ട്രെൻഡിങ് ടോപ്പിക്സ് തന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുക. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യത്തിനെ പറ്റി തന്നെ നിങ്ങൾ വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെ ചെയ്യുന്ന വഴി ഗായ്സ് നിങ്ങളുടെ ചാനൽ നമ്മളിപ്പം സെർച്ച് ബാറിൽ വന്ന് നിങ്ങൾ ഒരു വീഡിയോനെ പറ്റി സെർച്ച് ചെയ്യുന്നു, നിങ്ങളായിരിക്കും ആ വീഡിയോ ആദ്യം പോസ്റ്റ് ചെയ്തത്. നിങ്ങളുടെ വീഡിയോ അപ്പോൾ ആദ്യം വരുന്നു, ഒരു വ്യൂവർ നിങ്ങളുടെ വീഡിയോ ക്ലിക്ക് ചെയ്ത് കാണുന്നു. നിങ്ങൾക്ക് വ്യൂസ് കൂട്ടാൻ പറ്റും. അതുപോലെ തന്നെ ആ വ്യൂവർ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് സബ്സ്ക്രൈബറും കൂട്ടാൻ പറ്റും. അങ്ങനെ ഈ ടിപ്പ് നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും വ്യൂവേഴ്സും അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സും കൂടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ അത് വളരെ സിമ്പിളാണ്, പക്ഷേ മിക്ക പേരും അത് ചെയ്യാത്തൊരു കാര്യമാണ്. നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ നല്ല ടാഗ് കൊടുക്കുക, അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന വീഡിയോസിന് നല്ലൊരു ഉഗ്രൻ ടൈറ്റിൽ കൊടുക്കുക. നമ്മൾ ചെയ്യുന്ന വീഡിയോസിന് അനുസരിച്ചുള്ള ടൈറ്റിൽസ് തന്നെ നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുക. എന്നു പറഞ്ഞാൽ നമ്മൾ മീനിങ് ഇല്ലാത്ത ടൈറ്റിൽസ് ഒന്നും നമ്മൾ കൊടുക്കാൻ പാടില്ല. ഇപ്പോൾ നമ്മളാണെങ്കിൽ ഒരു ചിക്കൻ കറി വയ്ക്കുന്ന ഒരു വീഡിയോ ആണ് ചെയ്യുന്നതെന്ന് വിചാരിച്ചു, ഒരു ചിക്കൻ കറി. അപ്പം ഹൗ ടു മേക്ക് എ ചിക്കൻ കറി, അതുപോലെ തന്നെ ചിക്കൻ കറി ഹൗ ടു മേക്ക് എന്നൊക്കെ പറഞ്ഞായിരിക്കും ആളുകൾ സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അത് തന്നെ അതേപോലത്തെ കീവേഡ്സ് തന്നെ നമ്മളെ ടാഗായിട്ട് യൂസ് ചെയ്യുക. അങ്ങനെ ഉപയോഗിക്കുന്ന വഴി നിങ്ങളുടെ വീഡിയോസ് ക്ലിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഗായ്സ്. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ടിപ്പും വളരെ സിമ്പിളാണ്. അത് നിങ്ങൾക്ക് മിക്ക പേർക്കും അത് പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ക്വാളിറ്റി, അതുപോലെ തന്നെ ആ വീഡിയോൻ്റെ ഓഡിയോൻ്റെ ക്വാളിറ്റി, ഇത് രണ്ടും ഒരു ചാനൽ എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോന് ക്ലിക്കാവാനുള്ള അതുപോലെ തന്നെ വൈറലാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പം നമ്മളൊരു കോമഡി വീഡിയോ ചെയ്യുന്നതെന്ന് വിചാരിച്ചു, അപ്പോൾ ആ കോമഡി വീഡിയോന് നല്ലൊരു ക്ലാരിറ്റിയും അതുപോലെ തന്നെ നല്ലൊരു ഓഡിയോ ക്വാളിറ്റിയും വേണം. ഇപ്പോൾ നല്ലൊരു വീഡിയോ ചെയ്തിട്ട് അതിന് ഓഡിയോ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അപ്പോൾ സൗണ്ട് കുറവാണെങ്കിൽ ആ വീഡിയോ നമുക്ക് ഒരാൾക്ക് കാണാൻ തോന്നില്ല. അതുപോലെ തന്നെ നല്ലൊരു ഓഡിയോ ക്വാളിറ്റി ഉണ്ട്, അതുപോലെ തന്നെ വീഡിയോ കൊള്ളില്ല എന്ന് പറഞ്ഞാൽ അതൊരാൾക്ക് കാണാൻ തോന്നില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, വീഡിയോ ക്വാളിറ്റിയും അതുപോലെ തന്നെ ഓഡിയോ ക്വാളിറ്റിയും നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ അതിൻ്റെ കണ്ടൻറ്റ്, നമ്മൾ വീഡിയോസിൽ ഉപയോഗിക്കുന്ന കണ്ടൻറ്റ് അത് നല്ലൊരു കണ്ടൻറ്റ് ആയിരിക്കുക. അങ്ങനെ നമ്മൾ ചെയ്താൽ നമ്മുടെ ചാനൽ ക്ലിക്ക് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. വീഡിയോസിന് വ്യൂസും കൂടാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കുക ഗൈസ്, നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ വ്യൂവേഴ്സും അതുപോലെ തന്നെ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സും കൂടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ നാലാമത്തെ ടിപ്പും വളരെ സിമ്പിളാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യമുള്ളൂ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ നിങ്ങൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. ഞാൻ പറഞ്ഞ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞത് നിങ്ങൾക്കൊരു ബേസ് കിട്ടും. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീഡിയോസ് ഇപ്പോൾ നിങ്ങൾ ഒരു ദിവസം വീഡിയോ ചെയ്തിട്ട് അടുത്ത ദിവസം വീഡിയോ ചെയ്യുമ്പം നിങ്ങൾ ആദ്യം ചെയ്ത വീഡിയോസിൻ്റെ തെറ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ അതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഓരോ ദിവസം കഴിയും തോറും നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്ത് നിങ്ങളുടെ വീഡിയോസിനാണ് നല്ലൊരു ക്വാളിറ്റി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഗൈസ് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഡെയിലി നിങ്ങൾ മാക്സിമം വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുക. ഡെയിലി നിങ്ങൾ ഒരു ദിവസം 2 വീഡിയോയെങ്കിലും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം ഒരു ദിവസം 2 വീഡിയോ ചെയ്യാൻ പറ്റാത്തവർക്ക് ഒരു ദിവസം 1 വീഡിയോ ചെയ്യുക. അങ്ങനെ ചെയ്യാൻ പറ്റാത്തവർക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ദിവസം ഇടവിട്ട് വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ തെറ്റുകൾ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ അടുത്ത വീഡിയോസിൽ ആ തെറ്റുകൾ മാറ്റുകയും ചെയ്യാം. നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങളുടെ വീഡിയോസ് സജഷനിൽ വരും. എന്ന് പറഞ്ഞാൽ നമ്മുടെ
നമ്മുടെ വ്യൂവേഴ്സിന് സജഷൻ വരികയും അവർ നമ്മുടെ വീഡിയോ ക്ലിക്ക് ചെയ്യുകയും നമ്മുടെ വീഡിയോ കാണുകയും നമുക്ക് വ്യൂസ് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മുടെ അഞ്ചാമത്തെ ടിപ്പ് നമ്മുടെ മെയിൻ പോയിൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ അഞ്ചാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഭാഗ്യമാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബിൽ നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പം നമ്മുടെ വീഡിയോസിന് വ്യൂസും അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സും നമുക്ക് നാച്ചുറലി കിട്ടണമെങ്കിൽ അത് നമ്മുടെ ഭാഗ്യമാണ്. എല്ലാവർക്കും ഭാഗ്യമില്ലെന്ന് എല്ലാവർക്കും ഭാഗ്യം കാണുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ അത് ഓരോരുത്തരുടെ ടൈം അനുസരിച്ചിരിക്കും. നമ്മുടെ ഏത് വീഡിയോ ആണ് യൂട്യൂബിൽ വൈറലാവുന്നതെന്നും ഏത് വീഡിയോ ആണ് നമുക്ക് യൂട്യൂബിൽ ക്ലിക്ക് ആവുന്നതെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഗൈസ് ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾ ഡെയിലി വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരുടെയും നിങ്ങളുടെ കമൻറ്റ് നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീഡിയോസിന് താഴെ വരുന്ന കമൻറ്റ് നിങ്ങൾ മാക്സിമം ശ്രദ്ധിച്ചതിന് ശേഷം അവർ നല്ല കമൻറ്റുകളാണ് ചെയ്യുന്നത്, നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടാണ് കമൻറ്റ് ചെയ്യുന്നതെങ്കിൽ അവരുടെ കമൻറ്റ് നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ അവരുടെ കമൻറ്റിന് റിപ്ലൈ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനിയും അവരെ കാണാൻ വേണ്ടി പറയുക. അങ്ങനെയൊക്കെ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. അത് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ടും നിങ്ങളുടെ വ്യൂവേഴ്സ് നിങ്ങൾക്ക് ഓരോ ദിവസം കൂടുന്തോറും നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുകയും അതുപോലെ തന്നെ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയുകയും ചെയ്യും. നിങ്ങളിങ്ങനെ ട്രൈ ചെയ്ത് പോവുക ഗൈസ്. എന്തായാലും ഞാൻ പറഞ്ഞത് ഭാഗ്യമെന്നാണ്. ഭാഗ്യം അനുസരിച്ചിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ യൂട്യൂബ് നിങ്ങളുടെ ചാനൽ എന്തായാലും ഒന്ന് ഏറ്റെടുത്ത് ചെറിയൊരു പ്രൊമോഷൻ നടത്തുന്നതാണ്. ആ ചെറിയൊരു പ്രൊമോഷനിൽ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ ചാനൽ സജഷനായിട്ട് പോവുകയും അല്ലെങ്കിൽ നമ്മുടെ എക്സ്റ്റേണലായിട്ട് നമ്മൾ അറിയില്ലാത്ത ആളുകൾക്ക് നമ്മുടെ ചാനൽ സജഷനായിട്ട് പോവുകയും അവർ നമ്മുടെ വീഡിയോസ് കാണുകയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. ചെറിയ ടിപ്സാണ് ഞാൻ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഒരു യൂട്യൂബറിനെ സംബന്ധിച്ച് ഇത് വലിയ ടിപ്സ് ആയിരിക്കാനാണ് സാധ്യത. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. എന്ന് പറഞ്ഞാൽ എനിക്കൊരു ചെറിയ വീഡിയോ ചെയ്യാനായിരുന്നു ഞാനിത് പ്ലാൻ ചെയ്തിരുന്നത്. അതായിരുന്നു ഈ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഗൈസ് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഒന്ന് ഡിസ്ലൈക്ക് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഗൈസ് ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ഇറ്റ്സ് മീ ഇന്നോവേറ്റീവ് ഡ്യൂഡ് ആൻഡ് ബൈ.